ഹായ് ഹലോ വാട്ടർമെലൺ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് തണ്ണിമത്തൻ്റെ തൊലി പോലെയാണ് ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ. കലീസ റിപ്പണാണ്. കലീസ റിപ്പൺ ഇപ്പോൾ 4 പോട്ടിലായിട്ടുണ്ട്. 2 ഞാൻ മതിലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പെന്നിവേട്ട് പ്ലാന്റ് ഞാനൊന്ന് ബുഷിയാക്കി വെട്ടിയൊക്കെ കൊടുത്തിരുന്നു. അത് നല്ല രീതിയിൽ ഇതാ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ പോട്ടിട്ടത് മുട്ടയടിച്ചായിരുന്നു. അതായത് ഒറ്റ ലീഫില്ലാതെ എല്ലാം വെട്ടിക്കൊടുത്തതായിരുന്നു. വെട്ടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി പഠിച്ചോനെ ഇത് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതായത് നമ്മൾ ചെയ്യുന്ന റിസൾട്ട് നന്നാവുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അതുപോലെ തന്നെ മറ്റേ പ്ലാന്റ് പോലെ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളരും കേട്ടോ. പിന്നെ ഞാൻ കുറേ വിചാരിക്കുന്നത് നമ്മുടെ കോളിയാസ് പ്ലാന്റ്, അതായത് പിന്നെ മാസന്മാർ ചെടി വേറൊരു പോട്ടിലേക്കും കൂടി മാറ്റണമെന്ന് വിചാരിക്കലുണ്ട്. ഇതുവരെ മാറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കും. അപ്പോൾ അത് പിന്നെ ചെയ്യേയില്ല. പിന്നെ ചെടി നശിച്ചു പോയിട്ടേക്കും നമ്മൾ ചിന്തിക്കുക അത് വേഗം ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ അത് വെട്ടിയിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ കമ്പ് ഞാൻ പ്രൂണിങ് ചെയ്ത സമയത്ത് നട്ട് കൊടുത്തിരുന്നു. അപ്പോൾ 3 കമ്പായിരുന്നു ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് പിടിച്ചെന്നാണ് തോന്നുന്നത്. കണ്ടോ, അതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് ഇതിലൊക്കെ ഇലകൾ വന്നിട്ടുണ്ട്. എങ്കിലും അത് സുരക്ഷിതമായിട്ട് അത് സേഫായിട്ട് തന്നെ വെക്കണം. കാരണം ഒന്ന് ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉണങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. എത്രത്തോളം വലുതാവും നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെടി വിശേഷങ്ങൾ. കണ്ടില്ലേ, ഈ ഒരു ബാമ്പു ഗ്രാസ് ഒരു പോട്ടിലേക്ക് കൂടി മാറ്റാനുള്ള ചെടി മതിലിൻ്റെ പുറത്തുണ്ടായിട്ടുണ്ട്. അതും കൂടി എടുത്ത് സെറ്റാക്കി വെക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.